ഒരു ഗുരു തന്റെ 2 ശിഷ്യന്മാരെ വിളിച്ചുകൊണ്ട് 2 പക്ഷികളെ പിടിച്ചിട്ട് പറയുന്നുണ്ട്, ഈ 2 പക്ഷികളെ ഓരോരുത്തരുടെ കയ്യിൽ കൊടുത്തിട്ടാണ് പറയുന്നത്, ആരും കാണാതെ ഇതിനെ അറുത്ത് മാംസമാക്കി കൊണ്ടുവരണം എന്ന്. ഒരാള് എവിടെയോ ഒരു ബിൽഡിങ്ങിന്റെ അടുക്കൽ പോയി ആരും കാണാതെ അതിനറുത്ത് മാംസമാക്കി പാത്രത്തിലിട്ട് ഗുരുവിന്റെ കയ്യിൽ കൊണ്ടുപോയി ഏൽപ്പിച്ചു. രണ്ടാമത്തെ ആള് കുറച്ച് വൈകി താൻ കൊടുത്ത ആ പക്ഷിയുമായി അങ്ങനെ തന്നെ തിരിച്ചു വരുന്നുണ്ട്. ഗുരു ചോദിക്കുന്നുണ്ട്, നീ ഇതിനെ അറുത്ത് മാംസമാക്കിയില്ലല്ലോ എന്ന്. ആ ശിഷ്യന്റെ മറുപടി ഇങ്ങനെയായിരുന്നു, താങ്കൾ എന്നോട് പറഞ്ഞത് ആരും കാണാതെ ഇതിനെ അറുത്ത് മാംസമാക്കി കൊണ്ടുവരണം എന്നതാണ്. ഞാൻ അങ്ങനെ അകലെ ഒരു ബിൽഡിങ്ങിന്റെ ചുവട്ടിൽ പോയി ആരും കാണാതെ ഇതിനെ അറക്കാൻ ശ്രമിച്ചപ്പോൾ ആ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നെങ്ങാനും ആരെങ്കിലും ഇത് കാണുന്നുണ്ടോ എന്ന ഒരു ചിന്ത എന്നെ വേട്ടയാടി. അവിടുന്ന് ഞാനിങ്ങോട്ട് മാറിപ്പോകുന്നു. പിന്നെ ഞാൻ പോയത് അപ്പുറത്തൊരു മരത്തിന്റെ ചുവട്ടിലാണ്. ഞാൻ ഈ പക്ഷിയെ അറുക്കാൻ തീരുമാനിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ആരും കാണാതെ എന്നുള്ള വാക്കാണ്. ഞാൻ ആ പക്ഷി ആ മരത്തിന്റെ കൊമ്പിൽ നിന്നെങ്ങാനും ചില്ലകളിൽ നിന്നെങ്ങാനും ഒരു പക്ഷി ഇത് കാണുന്നുണ്ടോ എന്നുള്ളൊരു ചിന്തയാണ് എന്നെ വേട്ടയാടിയത്. ഞാൻ അവിടുന്ന് തിരിച്ചു പോന്നു. ഞാനൊരു മരുഭൂമിയിൽ പോയി ആരുമില്ലാത്തൊരു സ്ഥലത്ത് വെച്ച് ഇതിനെ അറുക്കുവാൻ ശ്രമിച്ചപ്പോൾ ഞാനൊന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ ഒരു പരുന്തിന്റെ ഒരുപാട് മുകളിൽ കൂടെ വട്ടമിട്ട് പറക്കുന്നു. ആ പരുന്ത് കാണുമല്ലോ എന്ന് ചിന്തിച്ചത് കൊണ്ട് അവിടുന്ന് ഇതിനെ അറക്കാതെ ഞാൻ തിരിച്ചു പോന്നു. അങ്ങനെ ഒരു റൂമിൽ പോയി വാതിലുകളും ജനലുകളും അടച്ച് ഇതിനെ അറുക്കാമെന്ന് തീരുമാനിച്ചപ്പോൾ ആ റൂമിന്റെ അടച്ചിട്ട റൂമിന്റെ ഉള്ളിൽ നിന്ന് എന്നെ അള്ളാഹു കാണുമല്ലോ എന്നുള്ളൊരു ചിന്തയാണ് എന്നെ വേട്ടയാടിയത്. അതുകൊണ്ട് ഞാൻ അറക്കാതെ പോന്നു. എങ്ങനെയാണ് ഞാൻ ഇതിനെ ആരും കാണാതെ അറുക്കേണ്ടത്? അതുകൊണ്ടാണ് അറുക്കാതെ തിരിച്ചു കൊണ്ടുവന്നത് എന്ന്. ഇതാണ് ഇല്ലൻ തകുൻ തറാഹു ഫഇന്നഹു യറാക. നീ അല്ലാഹുവിനെ കാണുന്നില്ലെങ്കിലും അല്ലാഹു നിന്നെ കാണുന്നുണ്ട് എന്നുള്ള ഒരു തത്വം ഇത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ സമയത്തും നമ്മളിൽ ഉണ്ടാകേണ്ട ഒരു ചിന്തയാണ്.